ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളായി ക്രൈസ്തവ ലോകം ആചരിക്കുന്നു. പ്രധാനപ്പെട്ട 3 ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് ഇന്നേ ദിനം നടക്കുന്നത്. ഹെലേന രാജ്ഞി ജെറുസലേമിൽ വെച്ച് യേശുവിൻ്റെ കുരിശ് കണ്ടെത്തിയതാണ് ഒന്നാമത്തെ സംഭവം. യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിച്ച് തിരുക്കുരിശ് അവിടെ പ്രതിഷ്ഠിച്ചതാണ് രണ്ടാമത്തെ സംഭവം. പേർഷ്യക്കാർ ആക്രമിച്ചു കൊണ്ടുപോയ തിരുക്കുരിശ് വീണ്ടും ജെറുസലേമിൽ എത്തിച്ചതിൻ്റെയും പ്രതിഷ്ഠിച്ചതിൻ്റെയും അനുസ്മരണമാണ് മൂന്നാമത്തെ സംഭവം. നമുക്ക് വിശുദ്ധ കുരിശിനെ ആരാധിച്ചു വണങ്ങാം. കാരണം കുരിശിലാണ് നമ്മുടെ രക്ഷ. ഈ പുണ്യദിനത്തിൽ വിശുദ്ധ കുരിശിൻ്റെ ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ ഈ പ്രാർത്ഥന യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്കായി ഇന്നൊരിക്കൽ കൂടി ഈ പ്രാർത്ഥന ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിശക്തമാണ് ഈ പ്രാർത്ഥന. ഈ കുരിശിൻ്റെ പ്രാർത്ഥന ദിവസവും എഴുതി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ നിരവധിയായ അത്ഭുതങ്ങൾ കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പങ്കുവെക്കുന്നുണ്ട്. AD 803 യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കരികിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന ചാൾസ് രാജാവ് യുദ്ധത്തിനു പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് നൽകിയതാണ്. ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുന്നവനും അതല്ലെങ്കിൽ ചൊല്ലുന്നത് കേൾക്കുന്നവനും ഇത് ധരിക്കുന്നവനും പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയില്ല. അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല. അവന് പൊള്ളലേൽക്കുകയോ വിഷം ബാധിക്കുകയോ ചെയ്യുകയില്ല. പ്രസവവേദനയുടെ സമയത്ത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ സുഖപ്രസവം ലഭിക്കും. ജനിച്ച കുഞ്ഞിൻ്റെ വലതുഭാഗത്ത് ഈ പ്രാർത്ഥന വയ്ക്കുകയാണെങ്കിൽ കുഞ്ഞിന് യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല. ഈ പ്രാർത്ഥന വഹിക്കുന്നവന് ഒരിക്കലും അപസ്മാര രോഗത്തിൻ്റെ ആക്രമണം ഉണ്ടാവുകയില്ല. ആരെങ്കിലും ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എഴുതിയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ആരെങ്കിലും ഇതിനെതിരെ പരിഹസിച്ചാൽ അവൻ ദുഃഖിക്കേണ്ടി വരും. ഈ പ്രാർത്ഥന ഭവനത്തിലുള്ളപ്പോൾ ആ ഭവനം ഇടിമിന്നലിൽ നിന്നും ഇടിവെട്ടിൽ നിന്നും രക്ഷപ്പെടും. നിത്യവും ഈ പ്രാർത്ഥന ചൊല്ലുന്നവന് മരണത്തിന് 3 ദിവസം മുമ്പ് മുന്നറിയിപ്പ് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പ്രാർത്ഥന എത്രമാത്രം ശക്തമാണെന്ന്? നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശുക്രിസ്തുവേ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശേ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശേ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായക്കാരൻ യേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോദേമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നും ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപ്പിതാവേ, എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശ് വഹിക്കാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ആമേൻ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് പലരും എന്നോട് പറഞ്ഞു ഇത് അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിൽ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നുവെന്നും
പിന്നീട് എപ്പോഴൊക്കെയോ അത് ചൊല്ലാതെയായി എന്നും ഇനി വീണ്ടും ചൊല്ലിത്തുടങ്ങണമെന്നും അത്രമേൽ ശക്തിയുള്ള പ്രാർത്ഥനയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ ഒരു ചേച്ചി പറഞ്ഞ അനുഭവം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ആ ചേച്ചി ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. ഈ ടീച്ചറുടെ ചെറുപ്പകാലത്ത് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എന്നും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഇത്. ടീച്ചറുടെ അമ്മ മരിക്കുന്നതുവരെ, അതായത് ഓർമ്മയുള്ള കാലം വരെ ഈ പ്രാർത്ഥന മുടക്കിയിരുന്നില്ലത്രേ. മക്കളൊക്കെ വിവാഹം കഴിച്ച് വേറെ വീടുകളിലേക്ക് പോയപ്പോൾ അവർ ഈ പ്രാർത്ഥനയ്ക്ക് മറന്നുപോയി, മുടക്കം വരുത്തി. പക്ഷേ ഈ അമ്മ ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല. അങ്ങനെ അമ്മ പ്രായമായി, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലായിരുന്നു. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലായി. ആരെയും തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അമ്മ കണ്ണു തുറക്കുകയും മക്കളെയെല്ലാം അടുത്ത് വിളിച്ച് മരിക്കുമ്പോൾ തന്നെ ധരിപ്പിച്ച് യാത്രയാക്കേണ്ട തേച്ചു വെച്ചിരിക്കുന്ന തൻ്റെ ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാനും എനിക്ക് ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്നുമൊക്കെ മക്കളെ വിളിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുബോധത്തോടെ അന്ത്യകൂദാശകളൊക്കെ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കൃത്യം 3-ാം ദിവസം ശാന്തമായ നല്ലൊരു മരണം ഈ അമ്മച്ചിക്ക് ലഭിക്കുകയാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനം പറഞ്ഞ അനുഗ്രഹങ്ങളിലൊന്ന്, അതായത് മരണത്തിന് 3 ദിവസം മുമ്പ് മുന്നറിയിപ്പ് ലഭിക്കുമെന്നത്. അതെത്ര ശരിയായി ഈ അമ്മച്ചിയിൽ സംഭവിച്ചുവെന്ന് ഒന്ന് നോക്കിക്കേ. അമ്മയുടെ ജീവിതത്തിൽ ഒരിക്കലും മുടക്കം വരുത്താതെ അമ്മ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഇത് എന്ന് ആ ടീച്ചർ എന്നോട് പറയുകയായിരുന്നു. ഈ കഥ കേട്ട് വളർന്ന ഈ അമ്മച്ചിയുടെ കൊച്ചുമക്കളിൽ ഒരാൾ, അതായത് ഈ ടീച്ചറിൻ്റെ മോൾ, അവൾ തൻ്റെ ജീവിതത്തിൽ ഓരോ വിജയത്തിൻ്റെ പിന്നിലും ഈ പ്രാർത്ഥനയാണെന്ന് പറയാറുണ്ട്. കാരണം പഠനകാലം മുതൽ ദിവസവും ഒരു തവണ വെച്ച് അവൾ ഈ പ്രാർത്ഥന എഴുതുമായിരുന്നു. ഏതൊക്കെ പ്രാർത്ഥനകൾ മുടക്കിയാലും ഇത് മാത്രം അവൾ മുടക്കത്തില്ല. എത്ര ലേറ്റായി കിടക്കേണ്ടി വന്നാലും ഇത് എഴുതിയിട്ടേ അവൾ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. ആ ടീച്ചർ എന്നോട് പറയുകയാണ്, ഓരോ 33 തവണയും അവൾ ഈ പ്രാർത്ഥന എഴുതി പൂർത്തിയാക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ സന്തോഷകരമായ, അവൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നിരിക്കുമെന്ന്. അങ്ങനെ ഇന്ന് അവൾ അമേരിക്കയിലെത്തി. അവിടെ അവൾ ഒരു അധ്യാപികയായാണ് ജോലി ചെയ്യുന്നത്. ജീവിതത്തിലുണ്ടായ ഓരോ വിജയത്തിൻ്റെ പിന്നിലും ഈ പ്രാർത്ഥനയാണെന്ന് ആ കുട്ടി പറയും. അത് ആ കുട്ടിയുടെ വിശ്വാസമാണ്. അവൾ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഈ പ്രാർത്ഥനയിൽ അവൾക്ക് വലിയ വിശ്വാസമാണ്. എന്താവശ്യം വന്നാലും ഈ പ്രാർത്ഥന എഴുതി അവൾ പ്രാർത്ഥിക്കും. എഴുതിയാണ് അവളത് പ്രാർത്ഥിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. 33 തവണ പൂർത്തിയാകുമ്പോൾ ഒരത്ഭുതം അവളിൽ നടന്നിരിക്കുമെന്നാണ് ആ ടീച്ചർ എന്നോട് പങ്കുവച്ചത്. ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹം അത് തന്നെയാണ്. ആരെങ്കിലും ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എഴുതിയാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും. എത്ര സത്യമായ കാര്യമാണ്. ഈ കുട്ടിയുടെ അനുഭവത്തിലൂടെ ഞാനത് മനസ്സിലാക്കുകയായിരുന്നു. വിശുദ്ധ കുരിശിൻ്റെ ഈ പുകഴ്ചയുടെ തിരുനാൾ ദിനം നമുക്കും ഈ കൊച്ചു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. ഒരു പേപ്പറിൽ എഴുതിയെടുത്ത് വീട്ടിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ബാഗിൽ ഇതിൻ്റെ ഒരു കോപ്പി എഴുതി നിങ്ങൾ ബാഗിൽ വെക്കുകയോ കയ്യിൽ കൊണ്ടു നടക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഒത്തിരി അനുഗ്രഹമാണ് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമൊക്കെ നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ ഈ പ്രാർത്ഥന നമുക്ക് സംരക്ഷണം നൽകുന്നതാണ്.